നിയമസഭയിലേക്കാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 3 മാസത്തോളമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും മലയാളികൾക്ക് ഇന്നില്ല. ഓരോ ദിവസം കഴിയും തോറും അവിടെ നടന്ന കൊള്ളയുടെ വ്യാപ്തി ഇങ്ങനെ എത്രമാത്രം വർദ്ധിക്കുന്നു എന്നത് മലയാളികളെ അതിശയിപ്പിക്കുന്നത് കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ള ഇന്ന് സഭയിൽ വീണ്ടും എത്തി. പോറ്റിയെ കേറ്റിയെ പാട്ട് സഭയിൽ എത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിന് മറുപാട്ട് വരുന്നത് കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ ഒടുവിൽ സഭ സ്തംഭിക്കുകയായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷവും ഭരണപക്ഷവും പാരഡിയും മറുപാരഡിയുമായി സഭയിൽ കൈകോർത്ത് കൊമ്പുകോർക്കുന്നതാണ് നമ്മൾ കണ്ടത്. SITക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ അടിയന്തര പ്രമേയത്തിന് തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന് ഭയമെന്നായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനുള്ള മറുപടി. പിന്നീട് പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് സഭ ഇന്നത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കുന്നതിനാണ് സമരം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് വിഷയം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കൊണ്ടുവരാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷം സഭയ്ക്ക് നിരക്കാത്ത നടപടികളാണ് സ്വീകരിക്കുന്നതെന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തിയത്. സഭയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷങ്ങൾ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നൊരു ചോദ്യമാണ് സർക്കാർ പ്രധാനമായും പ്രതിപക്ഷത്തോട് ഇന്ന് ഉയർത്തിയത്. ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രമാണ് പ്രതിപക്ഷം ഇതിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളത് എന്നത് MB രാജേഷ് ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ് പ്രതിപക്ഷത്തിന് എന്നതായിരുന്നു MB രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ചർച്ച സഭയിൽ നടന്നപ്പോഴെല്ലാം ഈ സഭയിൽ നിന്ന് പ്രതിപക്ഷത്തിന് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പരിഹസിക്കുക കൂടി ചെയ്തു പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ്. അങ്ങനെ ഒരുപാട് നാടകീയ സംഭവങ്ങൾ സഭയ്ക്ക് അകത്തും പുറത്തും നടന്ന ദിവസമാണ്. ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് ഇന്ന് സഭ വേദിയായി. യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് സഭയ്ക്കുള്ളിൽ എന്തൊക്കെ നടന്നു എന്നതാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. വി അരുണിന്റെ റിപ്പോർട്ട് കാണാം. Yes, good morning. Order, please. ചരമോപചാരം. അത് കഴിഞ്ഞോട്ടെ. Yes. സർ, കഴിഞ്ഞ സഭയിലും ചരമോപചാരം വായിച്ചോട്ടെ. അത് കഴിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കായി സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ നാടകീയമായ സംഭവങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയായിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് എത്തിയത്. ആദ്യം ചരമോപചാരം അർപ്പിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്ന് സ്പീക്കർ അറിയിച്ചതോടെ അല്പസമയത്തേക്ക് രംഗം ശാന്തമായി. പിന്നീട് ചരമോപചാരം അർപ്പിച്ച് തുടർ നീക്കങ്ങളിലേക്ക് സഭ കടക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുമ്പോട്ട് പോവുകയാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടത്. സർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി, കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു. സാർ, യുവഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുന്നു. നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ ചന്ദ്രശേഖരൻ. പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് പ്ലക്കാർഡുകളും ബാനറുകളുമായി എത്തുകയായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് നടന്ന പ്രതിഷേധം ആദ്യം സഭാ TVയിൽ സംപ്രേഷണം ചെയ്തില്ല. പിന്നീട് പ്രതിഷേധം കനത്തതോടെയാണ് സഭാ TVയിൽ അല്പമായെങ്കിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. അതിനു പിന്നാലെ മന്ത്രി MB രാജേഷ് പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. തങ്ങളുടെ പക്കലും ചിത്രങ്ങളുണ്ട്, പ്രതിപക്ഷം ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഭരണപക്ഷവും അങ്ങനെ തന്നെ ചെയ്യാൻ നിർബന്ധിതരാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ
പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് വെക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. പ്രക്ഷുബ്ധമായ സാഹചര്യത്തിനിടയിൽ സബ്മിഷൻ അടക്കമുള്ള നടപടികളുമായി ഭരണപക്ഷം മുമ്പോട്ട് പോയെങ്കിലും തുടർന്ന് പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സഭാ നടപടികൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്ന് സഭയെ അറിയിച്ചു. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കുമല്ലോ. പിന്നാലെ സഭ പിരിയുന്നതായും വരുന്ന 27-ാം തീയതി വീണ്ടും സഭ സമ്മേളിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് പ്രതിഷേധം, സഭയ്ക്കകത്തുള്ള പ്രതിഷേധം അവസാനിച്ചത്. തുടർന്ന് ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരേപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം പ്രതിപക്ഷമാണ് മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്കിറങ്ങാൻ നീക്കം നടത്തിയതെങ്കിലും അവർക്ക് മുമ്പേ നാടകീയമായി ഭരണപക്ഷാംഗങ്ങൾ KK ശൈലജയുടെ നേതൃത്വത്തിൽ പുറത്തേക്കെത്തി. പുറത്ത് എത്തിയതിനു ശേഷം അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരായിരുന്നല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചയ്ക്കെന്നവർക്കറിയാം. അതുകൊണ്ട് അവർ പിൻവാങ്ങി. അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF-ലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിപക്ഷ MLA-മാരുടെ നേതൃത്വത്തിലുള്ള സംഘം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തെത്തി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല. ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് SIT-ക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന വിമർശനവും പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ചു. SIT-യുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ 2 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അയാളെ തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുന്ന വേളയിൽ സഭയ്ക്കകത്തും വലിയൊരു പ്രചാരണ വിഷയമാക്കി സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് അതേ നാണയത്തിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷവും മുദ്രാവാക്യം വിളികളും പ്രതിഷേധവുമായി സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ സ്ഥിതി സഭയിൽ അരങ്ങേറുമെന്ന് തന്നെയാണ് വിവരം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാതെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന ഏക വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കം, അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് UDF മുമ്പോട്ട് വെക്കുന്നതെന്നാണ് സൂചന. ഡാൻ കുര്യനാണ് സഭയിൽ എന്തൊക്കെയാണ് നടന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം സഭ നടപടികൾ തടസ്സപ്പെട്ടതിന് ശേഷം ഭരണപക്ഷ അംഗങ്ങളാണ് സഭയ്ക്ക് വെളിയിലേക്ക് വരുന്നത്. അതിനെ നയിച്ചത് KK ശൈലജ MLA ആണ്. അതൊരു അസാധാരണമായ നിമിഷം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ അത് ചില സൂചനകളാണോ എന്ന ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. KK ശൈലജയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരുക്കങ്ങൾ, 3ാം തുടർ ഭരണത്തിന് അത്തരമൊരു നീക്കം നടക്കുന്നു തുടങ്ങിയ ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ MV ഗോവിന്ദനോ മന്ത്രിമാരോ ഒക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അങ്ങനെ എത്താറുള്ളത്. അവിടെ KK ശൈലജ വരുന്നു എന്നത് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതാണ്. എന്തായാലും അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രതിപക്ഷം പക്ഷേ അതിനെ ഒരു വിമർശനപരമായി കാണുകയാണ്. ഇനി അടുത്ത 5 വർഷം നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ളതാണ്. അതിന്റെ ട്രയലാണ് ഭരണപക്ഷം ഇത്തവണ നടത്തിയത്. ആദ്യം പ്രതിപക്ഷമാണ് സഭ വിട്ടിറങ്ങുന്നത്. അതിന്റെ ഒരു ട്രയൽ നടത്തി എന്നതാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. എന്തായാലും വലിയ രീതിയിൽ സ്വർണ്ണക്കൊള്ള വിഷയം സഭയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും സഭയിൽ സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമായി മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി തന്നെ ഈ സ്വർണ്ണക്കൊള്ള മാറും എന്നത് ഉറപ്പായിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇന്ന് സഭയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ സഭയിൽ പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി എന്നതായിരുന്നു സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. പക്ഷേ സർക്കാർ ആ നിലയിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സഭയിൽ ലീഡ് ചെയ്യുമ്പോൾ പുറത്ത് സർക്കാരിനെ വെട്ടിലാക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുള്ള ഫോട്ടോ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ വ്യത്യസ്ത നിലപാടുമായി
ഭരണപക്ഷത്തെ കുരുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കടകംപള്ളി ചെയ്തത്. ഭരണപക്ഷം സഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കടകംപള്ളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുള്ള ഫോട്ടോയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഉപഹാരം നൽകുന്ന ഫോട്ടോയാണ് ഈ രീതിയിൽ പുറത്തു വന്നത്. അന്ന് കടകംപള്ളി ദേവസ്വം മന്ത്രിയും രാജു എബ്രഹാം MLA-യുമായിരുന്ന കാലമായിരുന്നു. ഇതിന് ഈ ഫോട്ടോ പുറത്തു വരികയും വലിയ ചർച്ചയാവുകയും ചെയ്തപ്പോൾ അതിൽ വിശദീകരണവുമായാണ് കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത്. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടിയുടെ എന്തോ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നതായിരുന്നു. അത് തന്നെ ഇപ്പോൾ അദ്ദേഹം തിരുത്തി അച്ഛനുമായി ബന്ധപ്പെട്ട ഏതോ ചടങ്ങ് എന്നത് രീതിയിൽ പറയുന്നു. എന്താണ് കൃത്യമായി ഓർമ്മയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു തവണ മാത്രമേ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്നത് അദ്ദേഹം പറയുന്നു. സന്ദർശന വേളയിൽ യാതൊരുവിധ സമ്മാനങ്ങളും കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതേസമയം സർക്കാരിനെ കുരുക്കിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് സോണിയാഗാന്ധി പോറ്റി ചിത്രം വലിയ ആയുധമാക്കി സർക്കാർ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കടകംപള്ളി സ്വീകരിച്ചു. കളങ്കിതനാണെന്നറിഞ്ഞാൽ സോണിയാഗാന്ധി പോറ്റിയെ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല എന്നതായിരുന്നു കടകംപള്ളിയുടെ അതിനോടുള്ള പ്രതികരണം. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലൊരു വ്യക്തിത്വം കളങ്കിതനായിട്ടുള്ള ഒരാളെ തന്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല, അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ പറഞ്ഞോട്ടെ. അതെ, കൂടെയുള്ള ഇത് ചിത്രത്തിൽ കാണുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ പറയുന്നതിൽ എന്താ കുഴപ്പം? എന്തായാലും SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഒരു ഭാഗത്ത് ഉന്നയിക്കുമ്പോൾ ഇന്ന് KK ശൈലജ പറഞ്ഞത് പോറ്റിയെ കയറ്റിയതല്ല LDF, പോറ്റിയെ ജയിലിലാക്കിയവരാണ് LDF എന്നതാണ്. അങ്ങനെയാണ് അവകാശവാദം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിൽ ആരൊക്കെ കുടുങ്ങും, ആരൊക്കെ അതിന്റെ നേട്ടമുണ്ടാക്കും ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടത് എന്നത് കാര്യം ഇപ്പോഴും യാതൊരു വ്യക്തതയും ഇല്ലാത്തതാണ്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ മാനങ്ങളുള്ള അന്വേഷണമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് എന്തായാലും സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ ആ വിഷയത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.